ജീവനക്കാരുടെ കുറവ് മൂലം 2 ദിവസമായി മുണ്ടക്കയം കൃഷിഭവന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി കൃഷി ഓഫീസിൽ ജോലിക്ക് ഉണ്ടായിരുന്നത് താൽക്കാലിക പാർട്ട് ടൈം സ്വീപ്പർ മാത്രം. SIR ഡ്യൂട്ടിക്കായി ഭൂരിഭാഗം ജീവനക്കാരെയും നിയോഗിച്ചതോടെയാണ് കൃഷിഭവന്റെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുന്നത്. വേനൽ കനത്തതോടെ കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തി കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടതും കൃഷി ഓഫീസിലെ ജീവനക്കാരാണ്. കൃഷി ഓഫീസിലെ ജീവനക്കാരെ കൂട്ടത്തോടെ SIR ഡ്യൂട്ടിക്കായി നിയോഗിച്ചതോടെ മുണ്ടക്കയം കൃഷിഭവന്റെ പ്രവർത്തനം നിലച്ച മട്ടാണ്. ഇതോടെ മലയോര മേഖലയിലെ കർഷകരും കടുത്ത ദുരിതത്തിൽ ആയിരിക്കുകയാണെന്നും അടിയന്തരമായി ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കണ്ണിമല ഫാർമേഴ്സ് സെക്രട്ടറി സാബു തോമസ് ആവശ്യപ്പെട്ടു. കൃഷി ഓഫീസിൽ നിലവിൽ ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ട് കർഷകർ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിലവിൽ ഓഫീസറും 3 സ്റ്റാഫുമായിരുന്നു നിലവിൽ ഓഫീസിലുണ്ടായിരുന്നത്. അതിൽ 3 ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയി. പകരം 2 പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. ആ 2 പേരെ SIR ഡ്യൂട്ടിക്കായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് നിയോഗിച്ചിരിക്കുകയാണ്. നിലവിൽ ഓഫീസർ മറ്റ് കോൺഫറൻസുകൾക്കൊക്കെ പോകുമ്പോൾ ഓഫീസിൽ ആളുകളില്ലാത്തൊരവസ്ഥയാണ്. കൃഷി ഉദ്യോഗസ്ഥർ കർഷകരെ സഹായിക്കാൻ മനസ്സാണ്, പക്ഷെ അവർക്ക് ഓഫീസിലിരുന്ന് ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. ത്രിതല പഞ്ചായത്തുകളിലെ പദ്ധതികൾ, മറ്റ് ഗവൺമെൻറ് പദ്ധതികളൊക്കെ ഈ ഏപ്രിൽ മാർച്ച് മാസങ്ങൾ തീരേണ്ടതാണ്. അതിൻ്റെ എല്ലാം ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. അതുപോലെ വേനൽമഴ വന്ന കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഓൺലൈൻ വഴി അപേക്ഷ കൊടുക്കണമെങ്കിൽ തന്നെ ഇവർ വന്ന് നോക്കി കണ്ടു കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയാലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം നിലവിൽ ഇവിടെ ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ട് കർഷകർ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക് കണ്ണിമല ഫാർമേഴ്സ് ക്ലബ്ബ് നിവേദനം നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥരെ നിയമിച്ച് SIR ഡ്യൂട്ടിക്ക് വിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെയും നിലവിലിവിടെ ഒഴിവുള്ള ഉദ്യോഗസ്ഥരെയും അടിയന്തരമായിട്ട് നിയമിച്ച് ഈ പ്രദേശത്തെ കർഷകരുടെ കാര്യങ്ങൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് കണ്ണിമല ഫാർമേഴ്സ് ക്ലബ്ബ് ആവശ്യപ്പെടുന്നു. 23 വാർഡുകളുള്ള മുണ്ടക്കയം പഞ്ചായത്തിലെ കർഷകരുടെ ഏക ആശ്രയമാണ് മുണ്ടക്കയം കൃഷിഭവൻ. ജനകീയ ആസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി നടപ്പിലാക്കുന്ന പല പദ്ധതികളുടെയും പ്രവർത്തനം ഇതോടെ നിലച്ചതുപോലെയാണ്. ഈ മാസങ്ങളിൽ കർഷകർക്ക് വിതരണം ചെയ്യേണ്ട ഇഞ്ചി, മഞ്ഞൾ അടക്കമുള്ളവയും കിഴങ്ങുവർഗ വിളകളുടെ വിതരണം അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. കൂടാതെ കർഷകർക്കുള്ള പല ആനുകൂല്യങ്ങളും വിതരണം ചെയ്യേണ്ട സമയവുമാണിത്. ഇതോടെ കർഷകരും വലയുകയാണ്. ഓഫീസിൽ വന്നാൽ ഉദ്യോഗസ്ഥരെ കാണാതെ മടങ്ങുകയാണ് മിക്ക കർഷകരും. കർഷകരുടെ ദുരിതത്തിന് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്.